നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 2017 ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയറെ സ്പാനിഷ് വമ്പന്മാരായ FC ബാഴ്സലോണയിൽ നിന്നും ഫ്രഞ്ച് വമ്പന്മാരായ PSG സ്വന്തമാക്കിയത് ഒരു ലോക റെക്കോർഡ് ട്രാൻസ്ഫർ തന്നെയായിരുന്നു അവിടെ നടന്നിരുന്നത്. 222 മില്യൺ യൂറോയായിരുന്നു PSG അന്ന് FC ബാഴ്സലോണക്ക് നൽകിയിരുന്നത്. ഇതിനുശേഷം ഈ റെക്കോർഡ് ഇതുവരെ ഫുട്ബോൾ ലോകത്ത് തകർക്കപ്പെട്ടിട്ടില്ല, ആർക്കും തന്നെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇക്കാര്യത്തിൽ പുതിയതായി കൊണ്ട് ഒരു വിവാദം ഉയർന്നു കേട്ടിരുന്നു. അതായത് നെയ്മർ ജൂനിയറെ കൊണ്ടുവന്നതിൽ PSG നികുതി വെട്ടിപ്പ് നടത്തിയതായി ആരോപിക്കപ്പെട്ടിരുന്നു. ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി PSG കൃത്യമായ നികുതികൾ അടച്ചില്ല, നികുതി വെട്ടിച്ചു എന്നായിരുന്നു ആരോപണങ്ങൾ. ഈ ആരോപണങ്ങളിൽ നേരത്തെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചിരുന്നു. അതിന്റെ ഭാഗമായി കൊണ്ട് ഇപ്പോൾ ഫ്രഞ്ച് മിനിസ്റ്ററി ആസ്ഥാനത്ത് റെയ്ഡ് നടന്നിട്ടുണ്ട്. അഴിമതിയും നികുതി വെട്ടിപ്പും തടയുന്ന സെൻട്രൽ ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടിയാണ് അവർ റെയ്ഡ് നടത്തിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. പക്ഷെ ഈ വിഷയത്തിൽ കടുത്ത സംശയങ്ങളാണ് ഇപ്പോൾ ഫ്രഞ്ച് ഗവൺമെന്റും അതുപോലെ തന്നെ PSG നേരിടേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ അവർ വളരെയധികം പ്രതിരോധത്തിലായിട്ടുണ്ട്. ദീർഘകാലം PSG വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് നെയ്മർ ജൂനിയർ. കഴിഞ്ഞ സമ്മറിലാണ് പിന്നീട് അദ്ദേഹം ക്ലബ്ബ് വിട്ടത്. നിലവിൽ സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ ഹിലാലിന്റെ താരമാണ്. 90 മില്യൺ യൂറോ ചിലവഴിച്ചുകൊണ്ടായിരുന്നു അൽ ഹിലാൽ നെയ്മറെ സ്വന്തമാക്കിയത്. എന്നാൽ അധികം വൈകാതെ തന്നെ അദ്ദേഹം പരിക്ക് മൂലം പുറത്താവുകയായിരുന്നു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.